ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങൾ ഇന്ന് നമ്മളിന്ന് ചെറുപ്പേ പോവാണ് അല്ലേ, വല്യച്ഛന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നല്ലേ, അച്ഛമ്മ മരിച്ച 5-ന്റെ അന്ന് തീർപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാ. അപ്പോൾ ഇനിയിപ്പോൾ 16-നാണ് അടുത്ത ചടങ്ങുള്ളത്. അപ്പോൾ അവിടെ പോയി വരണം. പിന്നെ കല്യാണി, ഹേസും, അല്ലും, ഞാനും തുമ്പിയും കൂടിയാണ് പോണത്. പിന്നെ കുറച്ച് വേറെയും ചില പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ പോവാണ് അല്ലേ തുമ്പി? മോള് എനിക്ക് അതാണ് പണിയെങ്കിൽ താഴെ കല്യാണിക്ക് ഇതാണ് പണി കേട്ടോ. ഹേസൂനുള്ള ഫുഡ് ഉണ്ടാക്കണം. കാരണം ഫുഡ് കൊടുക്കാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ആപ്പിൾ പീരിയാണ് കൊടുക്കുന്നത്. ലെവൽക്ക് അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാവം കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ചു നോക്കി എൻ്റെ ദൈവമേ ഇതൊക്കെ എങ്ങനെ ഈറ്റുകൾ കഴിക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പം കൊടുക്കുക തന്നെ. എന്നെ പോലെ ഷുഗറുള്ള ടീംസാണ് നിങ്ങളെങ്കിൽ ആപ്പിൾ വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അല്ലുട്ടൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തുമ്പിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഏട്ടൻ കഴിക്കുന്നതുകൊണ്ടൊരു എന്താ പറയുക, ഓനോടൊരു മത്സരബുദ്ധി കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചാലേ എത്രയേ ഉള്ളൂ. ഹേസും ആണെങ്കിലും അതെ, വലിയ കഴിപ്പൊന്നുമില്ല. എല്ലാവരും കണക്കെ തന്നെയാണ്. ഇവരെ വയ്യാതെ നടന്ന് തീറ്റിക്കണം എല്ലാവരെയും. അങ്ങനെ നമ്മളിതാ എല്ലാം പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് സ്റ്റീമറിൽ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. 2 പെഗ് അടിച്ചൊരു ഫീൽ ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ? ഒന്നുമില്ല, എൻ്റെ പല്ല് പൊട്ടിയിട്ട് നാവ് അതിൻ്റെ ഉള്ളിൽ തട്ടി നല്ല വേദന കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത് കേട്ടോ. അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിലുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യ കാര്യങ്ങൾ സ്റ്റീം ചെയ്യുക, ചായ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്യാസ് തീർന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആപ്പിൾ അവിടെ നിന്ന് സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റായിട്ട് അവർക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അധിക സമയമില്ല ഗൈസ്. അപ്പം ഞങ്ങൾ അതൊന്നും ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അതൊക്കെ ചെയ്യണം ഗൈസ്. ഇങ്ങോട്ട് നേരെ നിൽക്ക്. നമ്മുടെ തുമ്പീൻ്റെ മുടി ഇതാ കണ്ടോ നീണ്ടിക്കുന്നു. എന്താണ് മക്കളാ. മതി മതി, എത്ര ഉഷാറാക്കിയാൽ മതി. അങ്ങോട്ട് നോക്ക്, കണ്ടോ മുടിയൊക്കെ നീണ്ടോട് വലിയ കുട്ടിയായിരിക്കും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നേരെ നിൽക്ക്, എന്നാലേ ഉള്ളൂ കെട്ടാൻ കഴിയുള്ളൂ. അത് കിട്ടൂല. ഇവളെ മുന്നത്തെ മുടിയും ബാക്കത്തെ മുടിയും കൂടെ ഒരു ലെവലിലായിട്ട് വേണം എനിക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കാനെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ് ഞാൻ. നോക്കുമ്പോൾ മുന്നത്തെ മുടി പയ്യെ 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 അങ്ങനെ ഇഴഞ്ഞഴഞ്ഞാ വരുന്നേ ഇല്ല തുമ്പി. അതൊന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ. അത് ആക്കിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ തുമ്പി? മുടി വെട്ടാൻ. മുടി വെട്ടണ്ടേ? എന്നിട്ട് മുടി വെട്ടാൻ നീളൂലാന്നോ? അങ്ങനല്ല, മുടി വെട്ടി ഒരേ ലെവലിനാക്കിയിട്ട് നമുക്ക് വെട്ടണം. ഇന്ന് തുമ്പീന്റെ ഡ്രസ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് തുമ്പി? ഓളെ അച്ഛനോളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്ന ഡ്രസ്സുകളിൽ ഒരെണ്ണമാണത്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ വലുതായിരുന്നു. അങ്ങനെ അത് കബോർഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നേ. ഇന്ന് ഞാൻ ഓക്കെ ഏത് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന വെച്ച് എടുത്ത് നോക്കുമ്പോൾ അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചപ്പോൾ ഞാനങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഇഷ്ടമായി. പിന്നെ ഓളങ്ങ് ഊരുന്നില്ല ഗൈസ്. ഇനി ഇത് ഇട്ടിട്ട് പോകണം, അതാണ് അവസ്ഥ. അതെങ്ങനെ ആക്കല്ലേ? എണീറ്റൊക്കെ കാണിച്ചു കൊടുക്ക്. തീരെ ഇറങ്ങി കണ്ടോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ കുട്ടീനെ? മുടക്കും മുടി ഇവിടെ കെട്ടട്ടെ. വണ്ടി വന്നാൽ ചെറിയമ്മ അങ്ങ് പോവും. ഇങ്ങനെ പറഞ്ഞാലേ ഒരു പേടി ഉണ്ടാവും. നല്ല പേടി. എല്ലാ വീട്ടിലും 2ാമത്തെ കുട്ടികൾ ഇങ്ങനെയാന്ന് തോന്നുന്നില്ലേ? ഇത് പല്ലൂസിനോടാണ് പറഞ്ഞത്. അല്ലൂസ് നല്ല പേടിയായിട്ട് അല്ലൂസ് അയ്യോ ഞാൻ വേഗം കെട്ടിക്കാം അമ്മേന്നൊക്കെ പറയും. ഈ സാധനത്തിനാണ് അങ്ങനെ ഒരു പേടിയും ഇല്ല. മോക്ക് ആരെയാ പേടിയുള്ളത്? ഒരാളെ പറഞ്ഞിട്ടോ? ആരെയാ? ആരെ? അച്ഛനെയോ? ഈ എന്റെ മക്കളെ ഇന്നെ പേടിയുണ്ടല്ലോ അവർക്ക്. അച്ഛൻ വൈശാട്ടൻ ഓരോങ്ങനെ ഭയങ്കര കൊഞ്ചിച്ച് ഓരോതായ ഒരു സേഫ് സോണിൽ അങ്ങനെയൊക്കെയാണ്. ഞാനാണ് പിന്നെയും വരെ ഒന്ന് പിടിച്ചു നിർത്താറ്. നോക്കട്ടെ, ആർക്ക് മൂട്ടി കെട്ടി ഒന്നും ശരിയായില്ല നന്നാക്കിന്ന്. പിന്നെ നല്ല രസത്തിൽ നല്ല സുന്ദരിയായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അല്ലേ ഗൈസ്? അല്ലേ ചോദിക്കേ? ഒന്ന് നേരെ നിന്ന് കാണിച്ചു കൊടുക്കുക രസം ഉണ്ടോന്ന്. അവരങ്ങ് കാണട്ടെ ഇങ്ങോട്ട് സുന്ദരി മോളെ. അത് കണ്ടോളൂ കേട്ടോ. ഞാൻ സ്റ്റാൻഡ് കുറച്ചുകൂടെ പൊക്കി തരാം. തുടയത് പൊങ്ങി എണീറ്റക്ക്. നിനക്ക് വണ്ടി വന്നു തോന്നുന്നു. ഇഷ്ടമായോ ഗൈസ്? ഇതാരാ അയച്ചേ? കുറുക്ക് എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ തുമ്പി മോളെ. നേരെ നിക്ക്.
അവിടെ നിൽക്ക്, അവിടെ കയറിക്ക്, അമ്മേൻ്റെ പ്രഗ്നൻസി പില്ലറിൻ്റെ മുകളിൽ കയറിക്ക്. കണ്ടോ ഗൈസ്, തുമ്പിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് അങ്ങ് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണിത് അല്ലേ. ഇത് പെട്ടിയിലെടുത്ത് വെക്കണം നീ. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് നീ കല്യാണം കഴിക്കുമല്ലോ, കഴിക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചിട്ട് കെട്ടിയവനെ വീട്ടിൽ പോയിട്ട് പെട്ടി തുറക്കണം. ഇതെൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായി തന്ന ഡ്രസ്സാ. എങ്ങനെയാ പറയേണ്ടത്? പറയ്. ഇതെൻ്റെ അച്ഛൻ അങ്ങനെ ഓർക്കെ. ഇതെൻ്റെ അച്ഛൻ അന്ന് ദുബായിൽ നിന്നും ആദ്യം കൊണ്ടുതന്ന ഡ്രസ്സാ. നല്ലോണം അമ്മ പറയും പോലെ പറയണം, ഓക്കെ? അങ്ങനല്ല, ഇതെന്റെ അച്ഛൻ അങ്ങ് ദുബായിൽ നിന്നും, അങ്ങനെ തന്നെ പറയാം അമ്മ പറയും പോലെ, അങ്ങ് ദുബായിൽ നിന്നും ആദ്യം കൊണ്ടുതന്ന ഡ്രസ്സാ. അങ്ങോട്ട് തട്ടിയാണ് ഇങ്ങോട്ട് തട്ടുകയാണല്ലേ. എന്നാ ഞങ്ങൾ പോയി വരാം ഗൈസ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഓക്കെ അല്ലേ, ഹെൽത്ത് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെയാണ്, പക്ഷെ എനിക്ക് അതിൻ്റെതായ ഭയങ്കര ക്ഷീണമുണ്ട്. ഒന്നാമത് 3rd ട്രൈമസ്റ്ററിലേക്കൊക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ ക്ഷീണമുണ്ട്. പിന്നെ വയറ് നിങ്ങൾ കാണുന്നുണ്ടോ, വയറേക്ക് കുറച്ച് ഇടിഞ്ഞിറങ്ങിയ പോലൊരു ഫീലുണ്ട്. സോ മേ ബി സിസേറിയൻ ആയതുകൊണ്ടും കൂടി ആയിരിക്കാം, അതിനോട് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ട് താഴേക്ക് ആയിരിക്കുമല്ലോ, അപ്പം അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് നല്ല പേടിയാണ്. ഇപ്പോൾ നടക്കുമ്പോൾ ഞാൻ കൈവച്ചുകൊണ്ട് നടക്കുക, എനിക്ക് പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ പെൻഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പിന്നാലെയും കൂടിയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഭയങ്കര ഓക്കെ ആണ്, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന രീതിക്കല്ല. ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, എനിക്ക് ക്ഷീണമാണ് ഗൈസ്, നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, ഇനി കുറച്ചല്ലേ ഉള്ളൂ ഡെലിവറിക്ക്, അപ്പം അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെയാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ 28ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൂൻ്റെ ചെറുതിൻ്റെ. അപ്പോൾ അതാണ് ഇപ്പം നടത്തുകയും ചെയ്തില്ലല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതിൻ്റെ മട്ടം പോലെ ചെയ്യണം. പിന്നെന്താ, അങ്ങനെ ക്ഷീണം അതാണ് മെയിൻ. എൻ്റെ കണ്ണിൻ്റെ താഴെ കറുപ്പ് വന്നിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഉറക്കം കുറവാണ്, പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ പറഞ്ഞ കണക്കാണ്, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ്, പറഞ്ഞു തരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ എന്ന് പറയില്ല. അതുപോലെ എനിക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന പ്രശ്നമാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ വാവേൻ്റെ ചവിട്ടൊക്കെ നല്ലോണം അറിയുന്നുണ്ട്, പക്ഷെ നല്ലോണം അറിയുന്നുണ്ട്. നല്ലോണം നമ്മൾക്ക് കാലൊക്കെ അങ്ങനെ തള്ളി വരുന്ന പോലെ അങ്ങനത്തെ തള്ളുണ്ടാവില്ല, അങ്ങനെ നന്നായി തള്ളുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്കത് എവിടെയും പോസ്റ്റ് ചെയ്യാൻ അങ്ങനെ എനിക്കത് എടുത്ത് വെക്കാൻ ഹല്ലുവിൻ്റെ തുമ്പിലൊക്കെ ഉണ്ട്, എടുത്ത് വെക്കാൻ വേണ്ടി ക്യാമറ കൂടെ ഓണാക്കി ഇപ്പോൾ എങ്ങനെയാണത് സെൻസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ, അപ്പം സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ ആരെങ്കിലും വാ മക്കളെ വാ വന്ന് തൊട്ട് വെക്കുന്ന ചവിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആര് വന്ന് ചവിട്ടിയാലും അപ്പം നിൽക്കും. അങ്ങനത്തെ ഒരു വില്ലാളി വീരനാണെന്ന് തോന്നുന്നു, വീരനോ വീരിയോ ആരോ. ഓക്കെ, അപ്പം നമ്മളിതാ പോട്ടെട്ടോ, സമയമായി. ഹേസുമ്മയ്ക്ക് ഇതാ ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കല്യാണി റെഡിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അച്ഛനെ ഏൽപ്പിച്ച് പോയതാണ് 3 മക്കൾ. അച്ഛൻ നിൽക്കണ നിപ്പ് കണ്ടോ, പല്ല് പറിച്ച് കഴിഞ്ഞിട്ട് നല്ല വേദന കിട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇവരെ വയ്യാലുള്ള ഈ ഓട്ടപ്പാച്ചിൽ. ഹേസു വാക്കറും കൊണ്ടൊരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓളെ വയ്യാലെ ഓടിപ്പിടിച്ച് പിടിക്കാനുള്ളൊരു ആവതിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റിസ്കിന് ഞാൻ നിൽക്കാറില്ല. പിന്നെ അതാ അല്ലൂസേട്ടൻ തുമ്പിക്ക് അവൻ്റെ മസിൽ കാണിച്ചു കൊടുക്കുകയാണ്. തിരിച്ച് തുമ്പിക്ക് അതൊന്നും കൂടെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, മൂപ്പത്തിക്ക് മസിലുണ്ടെന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കുകയാണേ. ഒരു നൊസ്റ്റൂൻ്റെ പുറത്ത് തുമ്പമ്മയ്ക്ക് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് കാണുമ്പോൾ അയ്യോ ഇത് വല്ലാണ്ട് ഇറക്കം കുറഞ്ഞല്ലോ, എന്നാൽ മോളെ അത് മാറ്റാൻ തന്നിട്ട് ഇവളാണെങ്കിൽ സമ്മതിക്കണമില്ല കേട്ടോ. അവസാനം ഇപ്പോൾ അതന്നെ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയായി. ഹെയ്സു വാക്കറിലാണെന്നുണ്ടെങ്കിൽ സാധാരണ തുമ്പി പുറത്തേക്ക് ഇറങ്ങാറില്ല, കാരണം ഒക്കെ നല്ലോണം കിട്ടാറുണ്ട്. ആ വാക്കറിൻ്റെ വക്ക് തട്ടിയ നല്ല വേദന കേട്ടോ. അപ്പോൾ തുമ്പമ്മ വേഗം ഓടി അകത്തേക്ക് കയറാറാണ് പതിവ്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, കളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുകയാണേ. ബൈ ബൈ ആരോടാ അവൾ കവറാ നോക്കുന്നത്. ബായ് അച്ഛാ പറയും, അച്ഛനോട് ബൈ പറയും. ക്യാമറയില വാ വാ വാ, ആ തുമ്പി മോളും. അങ്ങനെ ചെസ്റ്റ് നമ്പർ 1 ചെസ്റ്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ എങ്ങനെ പോവുകയാണെങ്കിൽ അമ്മേനെ അച്ഛനെ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടാറുണ്ട്. പക്ഷേ ഇപ്പം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണല്ലോ, ബസ്സിലൊക്കെ കയറിയിട്ടാണെങ്കിൽ പിന്നെ ആലോചിക്കാൻ കൂടെ വയ്യ. ഓട്ടോയിലായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ വിച്ചുക്കായിൻ്റെ വണ്ടിയും വിളിച്ചിട്ടാണ് പോണത്. വിച്ചുക്കായി പിന്നെ ഭയങ്കര സേഫ് ഡ്രൈവ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് കംഫർട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തരം വണ്ടിയാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ.
തുമ്പമ്മ എന്തോ കാര്യമായിട്ടുള്ള വർത്താനൊക്കെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയും. അല്ലൂട്ടൻ്റെ സ്കൂളിൻ്റെ അതിലേ പോകുമ്പോൾ അവൻ്റെ ഗേറ്റ് തുറന്നിട്ടിട്ടാണ് അല്ലൂട്ടൻ ചോദിക്കുന്നത്, അമ്മേ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, പിന്നെ എന്താ ഗേറ്റ് തുറന്നിടണേന്ന്. ഹെയ്സ് കണ്ടില്ലേ, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടും ഇല്ല കേട്ടോ, എഡം വലല്ല, ക്യാമറയിലേക്ക് തന്നെയാണ്. ഈ ശാന്തത വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സാധാരണ എല്ലാ കുട്ടികളും വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് കാഴ്ച കണ്ടിരിക്കാനും ഇഷ്ടമല്ലേ. പക്ഷേ ഹെയ്സും അങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോൾ അവളോട് ശോഭ അങ്ങോട്ട് ഇറക്കും. അവൾക്ക് വണ്ടി അത്ര ഇഷ്ടമല്ല. നടന്ന് പോകാനാണ് എത്ര ദൂരം വേണേലും കുട്ടി വരും. പക്ഷേ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല. അവൾ കരയാൻ തുടങ്ങും, അപ്പോൾ പാല് കുടിക്കണം, അങ്ങനെയുള്ള കുറച്ച് വാശിയൊക്കെ ഞങ്ങൾ ഇറക്കും കേട്ടോ. പക്ഷെ ഇന്ന് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നുണ്ടേനു അവള്. ഞങ്ങളിപ്പോൾ പോയിട്ട് അധികം വൈകാതെ തന്നെ തിരിച്ചു പോരും കേട്ടോ. ഈ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുക. വലിയച്ഛൻ്റെ വീട്ടിലൊന്ന് പോകണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ 16 വരെയൊക്കെ ഞാൻ അവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനി 16ൻ്റെ തലേന്നൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോകും. അവിടെ നിന്ന് 16 കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പം എല്ലാം എനിക്ക് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പം വയറ് വലുതായതിൻ്റെയും നമുക്ക് തേർഡ് ട്രൈമസ്റ്റർ ആയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അറിയാലോ. പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറക്കവും ഒന്നും ശരിയാവുന്നില്ല. അതൊക്കെ എൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാനുണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയച്ഛൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു എന്താ പറയുക, ഈ വയൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളെ വീടായി വലിയച്ഛൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ആരൊക്കെയോ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഓക്കെ ആണോ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, അങ്ങനെ പറയാം. യൂറിൻ ട്യൂബൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഉള്ളത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അമ്മച്ചീൻ്റെത് ഞാൻ അച്ഛമ്മേനെ അമ്മച്ചി എന്നാണ് വിളിക്കാറ് കേട്ടോ. അമ്മച്ചീനെ പിന്നെ പെട്ടെന്നായിപ്പോയി, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഷുഗറൊക്കെ കൂടുതലാണ്, പക്ഷെ അതല്ലായിരുന്നു, ഇടയ്ക്കൊന്ന് വീണിട്ട് കിടപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കണം, നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അച്ഛനെ കണ്ടു. പിന്നെ അച്ഛന് ചില സമയമൊക്കെ ചിലവരൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ. എന്നെ മനസ്സിലാവും, അതല്ല ചിലവരെ ഇപ്പം നമ്മൾ പണ്ട് ഭയങ്കര കമ്പനിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് ഓർത്തെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കും. പിന്നെ ഇതാ അവിടെ ശ്രീതുവും അമ്മുവും വലിയച്ഛനും വലിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മച്ചീൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ട്. പിന്നെ തറവാട്ടിൽ മേമ്മമാരും അച്ഛമ്മമാരൊക്കെ രാവിലെയൊക്കെ വന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് പോവലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് മക്കളൊക്കെ ഭയങ്കര കളിയിലേനു കേട്ടോ. അല്ലൂസിനൊന്നും കൂടി പോരാളെ മനസ്സില്ലേനു. എൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് ഒരു രണ്ടാൾ, ശ്രീതുവിൻ്റെ. അപ്പോൾ ഓരോ കൂടെ കളിച്ചിട്ട് അല്ലൂന് ഇങ്ങോട്ട് പോരാനുള്ളൊരു മനസ്സും ഇല്ലേനു. പിന്നെ അങ്ങ് കൊണ്ടുപോകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വലിയച്ഛനും വലിയമ്മയും മക്കളുമാണ് അത് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോട് യാത്ര പറഞ്ഞ് പോരുകയാണ് കേട്ടോ. അല്ലൂസ് വരുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ അവിടെ പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് വരാം. കാരണം മക്കളെ കണ്ടോണ്ടേ, അവന് കളിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ബോയ്സിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീരെ പറയുകയും വേണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നത് രജിതേശിൻ്റെ വീട്ടിലേക്കാണ്. കാരണം കല്യാണിക്ക് അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു, എനിക്കൊരു ബ്ലൗസ് അടിക്കാൻ കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറി. ഞങ്ങളുടെ ആസ്ഥാന ഫാഷൻ ഡിസൈനറാണ് ഗൈസ്. ആദ്യം ഞാൻ എന്നെ കണ്ടുപിടിച്ചത്, പിന്നെ എൻ്റെതൊക്കെ അടിക്കുന്ന കണ്ടിട്ടാണ് കല്യാണി ഇവിടെ എത്തിയത്. അങ്ങനെ ഞാൻ കല്യാണിയുടെ അളവ് കൊടുക്കുന്ന സമയത്ത് ഞാനും ഹെയ്സും കൂടി നിന്നതാണ്. കണ്ടോ യേശു കണ്ടോ, ഫുള്ള് ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നടക്കണം. എനിക്കാണെങ്കിൽ അവളെ എടുത്ത് നടക്കാനുള്ള ലാഭത്തില്ലാനും. പിന്നെ ഞങ്ങളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് സെറ്റായി പോവുകയാണ്. വല്യമ്മേനെ ഞാൻ ഇരുത്തില്ല എന്നവൾ അടി ഉറച്ച് നിലപാടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓളെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്നേ. കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെയും കരയാൻ തുടങ്ങിയിട്ടോ. ഇങ്ങനെയും ഒക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ നടക്കണം, ഫുള്ള് പുറത്ത് പോകണം, ഇതൊക്കെയാണ് ഓളെ ഇഷ്ടം. അല്ലും തുമ്മിയും കുറേ പിന്നെ വീട്ടിൽ തന്നെ നിന്ന് കളിച്ച് ശീലിച്ചും തോന്നുന്നു. പക്ഷേ ഹെയ്സുവിൻ്റെ കല്യാണിയുടെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ എടുത്ത് പുറത്ത് കൂടെ കൊണ്ടുവന്നിട്ടേ, അപ്പോൾ ഓക്കെ ഇങ്ങനെ ഉലകം ചുറ്റണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയും. പക്ഷേ എനിക്കാണ് അതിനൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുത്തി ഓളെ അങ്ങ് സെറ്റാക്കാൻ നോക്കുകയാണ്. നടക്കണില്ല. പക്ഷേ പിന്നെ ഒക്കെ ഏച്ചി ഏട്ടനും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കളിച്ചൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കും കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് കൊലായിയൊക്കെയാണ് ഇഷ്ടം. അകത്തൊക്കെ വാതിലടച്ചിരിക്കുന്നതൊന്നും മുപ്പത്തിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അടിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ എല്ലാത്തിനെയും പെറുക്കി കൂട്ടി തിരിച്ച് വരികയാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അല്ലും തുമ്പി ഇതിൻ്റെ കാര്യത്തിൽ ഇവരെപ്പോഴും കച്ചറയാണ് കേട്ടോ. ഇത് ആരുന്തും ആര് പിടിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ വാങ്ങി വേഗം അതേ വണ്ടിയിൽ തന്നെ വിച്ചക്കായി എന്ന് ഞങ്ങളെ കൂടെ കുടുങ്ങി. അങ്ങനെ ഞങ്ങൾ അതേ വണ്ടിയിൽ തന്നെ തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. തുമ്പമ്മ വേഗം മിഠായിയൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലൂട്ടനും അതെ, അവർക്ക് വേണ്ടതൊക്കെ ആദ്യമായി കൈക്കലാക്കി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഇരുടായി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും. ട്രാവൽ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ട്രാവൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഒന്നാമത് കാല് അടുപ്പിച്ച് വെച്ചിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.